ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് എന്തായിരുന്നു? സ്കിപ്പ് ഗ്രാം നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അത് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വറീഡ് ആവേണ്ട, നമ്മളത് ഡീപ്പ് ലേണിങ്ങിൽ നല്ലോണം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. ന്യൂറൽ നെറ്റ്വർക്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാൻ ചെറിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലോട്ട് കയറുന്നുണ്ടായിരിക്കും. സോ ലെറ്റ്സ് ഗോ. ഈ വീഡിയോയിൽ കംപ്ലീറ്റ് തിയറി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. എന്നുവെച്ചാൽ ഇതുവരെ ഇന്നത്തെ വീഡിയോ വരെയുള്ളത് കംപ്ലീറ്റ് തിയറി ആയിരിക്കും. നെക്സ്റ്റ് വീഡിയോ തൊട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ തുടങ്ങുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് വീഡിയോ തൊട്ട് മീൻസ് അടുത്ത വീഡിയോ കൂടി തിയറി ആയിരിക്കും. ഒരു ടോപ്പിക്കും കൂടി ഇത് എടുക്കാണ്ടെന്തോ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആവറേജ് വേർഡ് ടു വെക്ക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ഓക്കെ, വേർഡ് ടു വെക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ നമ്മുടെ ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇൻപുട്ടായിട്ട് ഞാൻ കൊടുത്തു നോക്കുന്നത് ഇപ്പം സോറി എവിടെ ഇൻപുട്ടായിട്ട് എന്ത് കൊടുത്തേ? ഫോറസ്റ്റ് ഈസ് നാച്ചുറലി വേണ്ട, ഫോറസ്റ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഫോറസ്റ്റ് ഈസ് നോട്ട് ഗ്രീൻ ഇൻ കളർ. അല്ലെങ്കിൽ വേണ്ട, ഫോറസ്റ്റ് ഈസ് ഗുഡ് എന്ന് കൊടുക്കാം. ഞാൻ ഗ്രീൻ ഒന്നും വേണ്ട, അത്രയ്ക്ക് അധികം കൊടുക്കണ്ട, ചെറിയൊരു ഇത് കൊടുക്കാം. ഫോറസ്റ്റ് ഈസ് ഗുഡ്, ഫോറസ്റ്റ് ഈസ് ബാഡ്. ഓക്കെ, ഇങ്ങനെ രണ്ട് സെന്റൻസ് ആണ് എൻ്റെ ഇൻപുട്ട് ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ സെക്കൻഡ് ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഫസ്റ്റത്തേന് ഞാൻ ഗുഡ്, ഫോറസ്റ്റ് ഈസ് ഗുഡ്, അപ്പോൾ 1 കൊടുത്തു. അടുത്തതിൽ ഫോറസ്റ്റ് ഈസ് ബാഡ്, അപ്പം ഞാൻ 0 കൊടുത്തു. ഓക്കെ, രണ്ട് ഇതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാട്ട് ആവറേജ് വേർഡ് ഇങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കിടക്കണേന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഗൂഗിളിൻ്റെ പ്രീ ട്രെയിൻഡ് മോഡലായിട്ടുള്ള ഈ വേർഡ് ടു വെക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നോക്കും. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുവെച്ചാൽ ഗൂഗിളിൻ്റെ പ്രീ ട്രെയിൻഡ് മോഡൽ അല്ല, അതല്ലാതെ നോർമലി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരിക്കാം? നമ്മളുടെ വൊക്കാബുലറിയിൽ എന്തൊക്കെ വരുന്നുണ്ടായിരിക്കാം? ദ ഫോറസ്റ്റ് ഈസ് ഗുഡ്, അതേപോലെ ബാഡ്, ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും ഇല്ലേ? ഇതിന് ഓരോന്നിനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗൂഗിളിൻ്റെ ഈ ഒരു വേർഡ് ടു വെക്ക് മോഡൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ വേർഡിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഓരോ വേർഡിനും 300 വെക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ അത് കുറച്ചും കൂടി ഡാറ്റ കൂടല്ലേ, കുറച്ച് ബുദ്ധിമുട്ടല്ലേ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ആവറേജ് വേർഡ് ടു വെക്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഓരോ വേർഡുകൾ ഉണ്ടാവില്ല, എന്നുവെച്ചാൽ ഓരോ വേർഡിനും 300 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഓരോന്നിലും 300 വരെ ഉണ്ടായിരിക്കും. ഓക്കെ, 300 അത്ര കുത്തുകൾ എനിക്ക് ഇടാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇതൊക്കെ 300 ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓരോ വേർഡും 300 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു ആവറേജ് വേർഡ് ടു വെക്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഓരോ വേർഡില്ലേ ഫസ്റ്റത്തെ ഓരോ വേർഡിൻ്റെയും ആവറേജ് എടുക്കും നമ്മൾ. ക്ലിയർ ആണോ? ആവറേജ് എടുത്തിട്ട് അതായിരിക്കും നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഫസ്റ്റത്തെ വേർഡിൻ്റെ ആവറേജ് എടുത്തു, അതിവിടെ റെപ്രസെൻറ്റ് ചെയ്യും. അടുത്ത ലൈൻ വേർഡിൻ്റെ ആവറേജ് എടുക്കും, അതിവിടെ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ എടുത്തിട്ട് ടോട്ടൽ 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ ഒരൊറ്റതായിട്ടാണ് വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇവിടെ 5 വൊക്കാബുലറി ഉണ്ട്, അപ്പോൾ 5 വേർഡ് ഉണ്ട്. പോട്ടെ, 5 വൊക്കാബുലറി ഇല്ല, ഒരു സെൻറ്റൻസിൻ്റെ എന്ന് വിചാരിക്കും. ഈ ഒരു സെൻറ്റൻസിൽ 4 വേർഡ് ഉണ്ട്. 4 വേർഡിനെയും നമ്മൾ 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ 4 × 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് അവിടെ ഉണ്ട് ഇല്ലേ? അത് കുറച്ചും കൂടി ഹ്യൂജ് ഡാറ്റയാണ് വരുന്നത്. അത്രയ്ക്ക് നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആവറേജ് വേർഡ് ടു വെക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലെന്താ ചെയ്യുക, ഈ 4 ഓരോ ലൈനിൻ്റെയും ആവറേജ് എടുത്തിട്ട് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിന് മൊത്തം കൂടി ആകെ കൂടി ഒരു ഒറ്റ 3 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആയിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. 4 മാത്രമല്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ടാവും, ഈ ഒരു എൻ്റെ സെൻറ്റൻസിനെ എടുത്തിട്ടായിരിക്കും 3D വെക്ടർ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കുമ്പോൾ എനിക്ക് എന്താ വന്നേ, ഇത് എൻ്റെ സെൻറ്റൻസിൻ്റെ 3D വെക്ടർ ആണ് എനിക്ക് ഇവിടെ കിട്ടി നോക്കുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഓരോ വേർഡിനും 3D വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. പകരം ഞാനിപ്പോൾ എന്ത് ചെയ്തു, ആവറേജ് വേർഡ് ടു വെക്ടർ എടുക്കുമ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്തിട്ട് എൻ്റെ സെൻറ്റൻസിനെ 300 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആയിട്ട് ഞാനിവിടെ കൺവേർട്ട് ചെയ്യാനാണ് ചെയ്ത് നോക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, ഓരോ വെക്ടറിൻ്റെയും ഇവിടെ 300 ഡയമെൻഷണൽ വെക്ടർ പോയിന്റ്സ് ഉണ്ട്. അതിൽ ഓരോ വെക്ടർ പോയിന്റിൻ്റെയും ഇവിടെ എന്ത് ചെയ്തു, എൻ്റെ സെൻറ്റൻസിൻ്റെ ഓരോ വെക്ടർ പോയിന്റിനെയും നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരൊറ്റ സിംഗിൾ സെൻറ്റൻസ് ആവറേജ് ഡയമെൻഷന് 300 ഡയമെൻഷണൽ വെക്ടർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ് ഇതിലുണ്ടായിരിക്കുക, ആവറേജ് വേർഡ് ടു വെക്ടർ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഫൈൻ. So that's all for this video. Thank you. Have a nice day.